പോൾ മാത്യൂസ്, കിഫ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം വിസ്ത ക്ലിയറൻസ് ആയിരുന്നു. അതടക്കം ഇപ്പോൾ എന്തായാലും ഇന്ന് ചേർന്ന ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ വനം മേധാവിയും അടക്കം പങ്കെടുത്ത യോഗത്തിലുള്ള പല തീരുമാനങ്ങളുണ്ട്. അതിലൊരു തീരുമാനം അടിയന്തരമായി അടിക്കാടുകൾ നീക്കം ചെയ്ത് വിസ്ത ക്ലിയറൻസ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ 10 മെഷീനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കാനുള്ള പ്രപ്പോസലൊക്കെ ആയിട്ടുണ്ട്. എപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നു ഷിപ്പോൾ മാത്യൂസ്? തീർച്ചയായിട്ടും അവരുടെ മീറ്റിംഗിൽ നിന്ന് വിസ്ത ക്ലിയറൻസ് ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ചെയ്യാൻ അവർ പ്ലാൻ ഇട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ വിസ്ത ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. വിസ്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 100 മീറ്ററോളം ദൂരം അടിക്കാടുകൾ മാത്രമല്ല മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വെട്ടി വിസിബിലിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ വേണം വിസ്ത ക്ലിയറൻസ് ചെയ്യാൻ. എന്നിട്ട് ഈ ആന ഇലക്ട്രിക് ഫെൻസോ തുടങ്ങിയ കാര്യങ്ങൾ അതിന്റെ കൃത്യമായിട്ട് മൊത്തം വെളുപ്പിച്ചാലോ? അപ്പൊ ക്ലിയർ ആയി. മിസ്റ്റർ ഗുരുവായൂരപ്പൻ നിങ്ങൾ അല്പം സെൻസോട് കൂടി പറയണം എന്നാണ് എനിക്ക്. അഭിലാഷ, എനിക്ക് സമയം തരണം. അഭിലാഷ, നീതി കാണിക്കണം. ഇതുപോലെ പറയാനുള്ള അവസരം തരണം. കാരണം ഗുരുവായൂരപ്പൻ ഇതിനു മുമ്പിൽ പറഞ്ഞത് വന്യമൃഗങ്ങളെ മുഴുവൻ കൊല്ലാൻ കിഫയും ബാക്കിയുള്ളവരെല്ലാരും പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ യാതൊന്നും കിഫയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വന്യമൃഗങ്ങളെ മുഴുവൻ കൊല്ലണം എന്ന് ആരും ആവശ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ശ്രീ ഗുരുവായൂരപ്പൻ ചെയ്യുന്നത് ഇതിനെ ഒരു എക്സ്ട്രീം പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ ചെയ്യുന്നത്. അത് നമുക്ക് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയല്ല. അപ്പൊ വിസ്ത ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം, അല്ലാണ്ട് 100 മീറ്റർ വനം വെട്ടുമ്പോൾ വനം മുഴുവൻ വെട്ടിത്തെളിക്കണം എന്നൊക്കെയാണ് ഗുരുവായൂരപ്പൻ മനസ്സിലാക്കിയത് എന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ തിരിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വിവരം വയ്ക്കുകയോ ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ വിസ്ത ക്ലിയറൻസ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഇംപ്ലിമെന്റേഷനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്നത്. അതായത് വനം വകുപ്പിനെ തന്നെ ഓഡിറ്റ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അവർ ഇൻസ്പെക്ട് ചെയ്തു. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അവിടെ കണ്ടത് 15 ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ അതിൽ വെറും 2 സ്ഥലത്ത് മാത്രമാണ് ഈ ഇലക്ട്രിക് ഫെൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥലത്തും ചാർജ് ഉണ്ടായിരുന്നില്ല. പല സ്ഥലത്തും ഈ അടിയിൽ നിന്ന് ഈ ക്രീപ്പേഴ്സ് ഒക്കെ വന്നിട്ട് അതിന്റെ ചാർജ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ വിസ്ത ക്ലിയറൻസ് മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. എന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം? അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവികളുടെ എണ്ണം കൂടുന്നതാണ്. വന്യജീവികളുടെ എണ്ണം കൂടുമ്പോൾ അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതിന് നമുക്കൊരു ലോങ് ടേം സ്ട്രാറ്റജി ഉണ്ട്, ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ഉണ്ട്. ഷോർട്ട് ടേം സ്ട്രാറ്റജി തന്നെ നിയമം അനുവദിക്കുന്ന പല സ്ട്രാറ്റജികളുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 12B സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന പുതിയ ഒരെണ്ണം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ സയന്റിഫിക് മാനേജ്മെന്റ് പ്രകാരം നമ്മളുടെ വനത്തിലുള്ള മൃഗങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇതിന്റെ ബേസിസിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തന്നെയുണ്ട്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും കടുവകളുടെ എണ്ണം വളരെ കുറവാണ്. പല ടൈഗർ സാങ്ച്വറിയിലും കടുവ 1 or 2 മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് തീർച്ചയായിട്ടും ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് NTCയുമായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലുള്ള കടുവകളെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാൻ സാധിക്കും. വയനാട്ടില് കണക്ക് പറയുകയാണെങ്കിൽ ഇവർ പറയുന്നത് 84 കടുവകളാണ് ഉള്ളത് എന്നാണ്. അത് തെറ്റായ കണക്കാണ്. കാരണം അതിനുശേഷം പിടിച്ച കടുവകളൊന്നും ഇവരുടെ ഡേറ്റാബേസിൽ ഇല്ലാത്ത കടുവകളാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ കൂടുതലുണ്ട്. 400 സ്ക്വയർ കിലോമീറ്ററിൽ മാത്രമാണ് അവർ സർവേ ചെയ്തിട്ടുള്ളത്. ഈ മേപ്പാടി പരിസരത്തൊന്നും സർവേ ചെയ്തിട്ടുമില്ല. അപ്പൊ അതായത് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ അത് NTCയെ പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ച് ഒരു കടുവയ്ക്ക് ഏതാണ്ട് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. അപ്പോൾ ഇതിൽ കൂടുതലുള്ള കടുവകളെ ഇവിടെ നിന്ന് കടുവകൾ കുറച്ചുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാം. അതിന് പ്രകാശൻ മാസ്റ്റർ പറയുന്നത് പോലെ ഒരു ഭേദഗതിയുടെയും ആവശ്യമില്ല, നിയമ ഭേദഗതിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ വയനാട്ടിൽ ഒരു ടൈഗർ സഫാരി പാർക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ തായ്ലാന്റ് മോഡൽ ആന സഫാരി പാർക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ സ്റ്റെറിലൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു നിയമത്തിന്റെയും വ്യത്യാസം ആവശ്യമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ പറയും വന്യജീവി സംരക്ഷണ നിയമം മോഡിഫൈ ചെയ്യാണ്ട് ഞങ്ങൾക്ക് യാതൊന്നും സാധിക്കില്ല എന്ന് പറയും. പാർലമെന്റിലെ MP-മാര് ചോദ്യം ചോദിക്കുമ്പോൾ അവിടുന്ന് വനമന്ത്രി പറയും വനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല മുഴുവൻ കേരള സർക്കാരിനാണ്, നിങ്ങൾക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാം എന്ന് പറയും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒരു ടഗ് ഓഫ് വാറിൽ നിന്നിരിക്കുകയാണ്. രണ്ടുപേർക്കും പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഇനി ഇപ്പൊ വേറെ 2-3 വസ്തുക്കളിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഇവിടെ മന്ത്രി പറഞ്ഞല്ലോ വനത്തിനുള്ളിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതാണ് പ്രശ്നമെന്ന്. 2022-23 ഫോറസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുണ്ട്.
അതിൽ വനത്തിലേക്ക് കയറി എന്ന നിലയിൽ 30 കേസുകൾ മാത്രമേ കേരളത്തിൽ ചാർജ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ 231 കേസുകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വനത്തിലേക്ക് ആളുകൾ കയറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിസ്സാരവൽക്കരാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇനി ഇതിന്റെ ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വന്യജീവി സംരക്ഷണം മോഡിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ കുരങ്ങിനെ സ്കെഡ്യൂൾ 1 നിന്ന് സ്കെഡ്യൂൾ 2 മാറ്റണം. പക്ഷെ ഷോർട്ട് ടേം സൊല്യൂഷൻസ് ഇല്ലേ? പ്രകാശ് മാസ്റ്റർ കുറച്ചു മുമ്പ് പറഞ്ഞു കേരള സംസ്ഥാനത്തിന് യാതൊരു അധികാരവുമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാധയെ കടുവ കൊന്നപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിയമപ്രകാരം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെയാണ് കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടത്? അതിവിടെ പോയി. അതുപോലെ തന്നെ പഴയ CRPC 133(1)F അല്ലെങ്കിൽ പുതിയ BNS 122(1)F പ്രകാരം ജില്ല എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് പോലും അപകടകാരിയായ മൃഗങ്ങളെ കൊല്ലാൻ ഉത്തരവിടാൻ സാധിക്കും. അപ്പോ തീർച്ചയായിട്ടും വന്യജീവി സംരക്ഷണം വഴി വൈൽഡ് ലൈഫ് വാർഡനോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ ഡെലിഗേറ്റിനോ കുറച്ചുകൂടെ പവർ കൊടുക്കണം എന്നുള്ളത് ശരി തന്നെ, അത് നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷേ ഈ ടഗ് ഓഫ് വാറിൽ നിന്ന് സംരക്ഷണം മോഡിഫൈ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും കൈ കഴുകലാണ് എന്നുള്ളതാണ് താങ്കളുടെ പോയിന്റ്. ഓക്കെ.